ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VKP കൊമേഴ്സ് എഡ്യൂക്കേഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസിനുള്ള പ്രധാന കരിയർ അവന്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് SSLC കഴിഞ്ഞ കുട്ടികൾക്ക് എന്തുകൊണ്ട് കൊമേഴ്സ് സെലക്ട് ചെയ്യാം, കൊമേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏതെല്ലാം സബ്ജക്റ്റുകളിൽ സ്പെഷ്യലൈസേഷൻ നടത്താം, അതുവഴി അവർക്ക് ലഭ്യമാവുന്ന ജോലികൾ ഏതൊക്കെയാണ്, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ചില സബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ ചില കോഴ്സുകൾക്ക് കാലത്തിനതീതമായിട്ട് തന്നെ സഞ്ചരിക്കാൻ കഴിയും. അത്തരത്തിൽ കാലത്തിനതീതമായിട്ടുള്ള കോഴ്സാണ് കൊമേഴ്സ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാലത്തും എവർഗ്രീൻ ആയിട്ട് നിലനിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് കൊമേഴ്സ് സബ്ജക്റ്റ്. മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം എൻജിനീയറിംഗ് ആയാലും മെഡിസിൻ തുടങ്ങിയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ധാരാളം പേപ്പർ എഴുതിയെടുക്കണം, ഒരുപാട് സമയദൈർഘ്യമുണ്ട്, പണച്ചെലവുമുണ്ട്. പക്ഷേ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വലിയ പണച്ചെലവില്ല. എന്നാൽ ഒരു മിനിമം ലോജിക്കും മിനിമം ക്രിട്ടിക്കൽ തിങ്കിങ്ങുമുള്ള ആർക്കും തന്നെ കൊമേഴ്സ് വളരെ പെട്ടെന്ന് പഠിക്കാനും നല്ലൊരു ജോലിയിൽ എത്തിച്ചേരാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ പണച്ചെലവില്ല എന്ന് വിചാരിച്ച് നമ്മൾ കൊമേഴ്സ് എടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ താല്പര്യവും ആപ്റ്റിറ്റ്യൂഡുമാണ് പ്രധാന ഘടകം. അപ്പോൾ കൊമേഴ്സ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിക്ക് കൊമേഴ്സിനോടുള്ള താല്പര്യവും ആപ്റ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ മാത്രമേ കൊമേഴ്സ് എന്ന സബ്ജക്റ്റ് എടുത്ത് പഠിച്ചിട്ട് കഴിയൂ. നിങ്ങളൊരു സയൻസ് വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് BComന് ചേരാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആകർഷകമാവുന്നത്. മറ്റു സബ്ജക്റ്റുകളിലുള്ള വിദ്യാർത്ഥികൾക്കും കൊമേഴ്സ് പഠിക്കാനും അതിൽ എക്സലൻസ് കാണിക്കുകയാണ് എങ്കിൽ അതിലെ ഏറ്റവും മികച്ച ജോലി സാധ്യതകളിലേക്ക് എത്തിച്ചേരാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള BCom ആണെങ്കിലും മറ്റേത് ഡിഗ്രി കോഴ്സുകൾ എടുക്കുകയാണെങ്കിലും അവിടെ തൊട്ട് മുമ്പുള്ള യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊമേഴ്സിന് അഡ്മിഷൻ നൽകുന്നത്. നീറ്റ് തുടങ്ങിയിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റുകളൊന്നും തന്നെ ഇത്തരത്തിലുള്ള BCom ഡിഗ്രിക്കായാലും കൊമേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കും ഇല്ല എന്നുള്ളതാണ്. വളരെ ചുരുക്കി വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാവുന്ന ചെലവ് കുറഞ്ഞ ഒരു സബ്ജക്റ്റ് കൂടിയാണ് കൊമേഴ്സിന് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം, അതിൻ്റെ വിപണനം, അന്തിമ ഉപഭോക്താവിലേക്ക് എത്തിക്കുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസ്, അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ്, ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് ആൻഡ് ഇൻ്റർനെറ്റ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ മേഖലകൾ കൊമേഴ്സിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടും ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ കമ്പനികളുടെ ഫൈനൽ അക്കൗണ്ട്സ് ഡീൽ ചെയ്യേണ്ടി വരും. അതിൻ്റെ പ്രിപ്പറേഷൻ, അതുമായി ബന്ധപ്പെട്ട അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ കൊമേഴ്സ് ബേസ്ഡ് കരിയർ കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു BCom ഡിഗ്രി എങ്കിലും വേണം എന്നുള്ളതാണ്. ആ BCom തന്നെ നമുക്ക് BCom കോർപ്പറേഷൻ ആവാം, BCom ഇൻഷുറൻസ് ആവാം, BCom ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആവാം, BCom ടാക്സേഷൻ ആവാം, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആവാം. ഇത്തരത്തിൽ പല തരത്തിലുള്ള ബാച്ചിലർ ഓഫ് കൊമേഴ്സ് സബ്ജക്റ്റുകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ UG കോഴ്സ് എന്ന നിലയിൽ BCom എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തെ കോഴ്സാണ് BCom എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഫർദർ സ്റ്റഡീസ് ആയിട്ട് നമുക്ക് PG, MCom ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ട്, മാനേജ്മെൻറ്റിലോട്ട് പോകുന്നതിന് വേണ്ടി MBA ഉണ്ട്. അത്തരത്തിലുള്ള 2 ഇയേഴ്സിൻ്റെ PG പ്രോഗ്രാമുകളും കൊമേഴ്സ് സ്റ്റുഡൻസിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഡൽഹി, ചാർട്ടേഡ് അക്കൗണ്ടൻസി CA എന്ന കോഴ്സുണ്ട്. അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഡൽഹി കമ്പനി സെക്രട്ടറി പ്രോഗ്രാമുണ്ട് CS. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ കൊൽക്കത്ത നടത്തുന്ന കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടന്റ് പ്രോഗ്രാം ICWA കോഴ്സുണ്ട്. CFA, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന CFA ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ICFAയുടെ ത്രിപുരയിലുള്ള കോഴ്സുണ്ട്. ദ സൊസൈറ്റി ഓഫ് സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഹൈദരാബാദ് നടത്തുന്ന കോഴ്സുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് മുംബൈ നടത്തുന്ന കോഴ്സുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറിയൽസ് ഓഫ് ഇന്ത്യ മുംബൈ നടത്തുന്ന ഇൻഷുറൻസ് ആക്ച്വറിയലുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളുണ്ട്.
ദി അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ AMFI സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് സെബി ഓതറൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ. ഇത്തരത്തിൽ സ്പെഷ്യലൈസ്ഡ് കോഴ്സുകൾ ചെയ്യാവുന്നതാണ് ഒരു കൊമേഴ്സ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. നമുക്കത് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ആദ്യത്തേതാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI ആണ് CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ള കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു സെൽഫ് ലേണിങ്ങും കോണ്ടാക്ട് ക്ലാസ്സും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കൂടി ചേരുന്ന ഒരു കോമ്പിനേഷനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ള കോഴ്സ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ എന്നുള്ള 2 സ്റ്റേജുകളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുന്നത് എന്നുള്ളതാണ്. ഫൈനൽ കംപ്ലീഷൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുകയും ICAIയുടെ ഓതറൈസ്ഡ് മെമ്പറായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ BCom വിത്ത് CA അല്ലെങ്കിൽ BCom വിത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന കോഴ്സ് ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് പല കൊമേഴ്സ് സ്റ്റുഡൻസും ചെയ്യുന്നതാണ്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം BComന് പഠിക്കുമ്പോൾ തന്നെ CAക്ക് ചേരുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഈസി ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ നിങ്ങൾ BCom MCom ആയിട്ടുള്ള സ്ട്രീം ഉള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ 55% മാർക്കോട് കൂടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യുകയോ, മറ്റു ബ്രാഞ്ചുകളിലുള്ള സ്ട്രീമുകളിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 60% മാർക്കോട് കൂടി ഇന്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യുകയോ ചെയ്യാം എന്നുള്ളതാണ്. ഇന്റർമീഡിയറ്റ് കഴിഞ്ഞതിന് ശേഷം ICAI പറയുന്ന പ്രകാരമുള്ള ആർട്ടിക്കിൾഷിപ്പ് കണ്ടക്ട് ചെയ്യുകയും ആർട്ടിക്കിൾഷിപ്പ് എന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫൈനൽ ആയിട്ടുള്ള ടെസ്റ്റ് എഴുതാനും കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് മികച്ച സാലറിയോട് കൂടിയിട്ട് തന്നെ ജോലി നേടാവുന്നതാണ്. മറ്റൊരു കോഴ്സാണ് ICWA കോസ്റ്റ് അക്കൗണ്ടന്റ് ആയിട്ടുള്ളത്. CAക്ക് സിമിലർ ആയിട്ടുള്ള കോഴ്സാണെങ്കിൽ കൂടിയും ഇവിടെ പ്രധാനമായിട്ടും കോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ആണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു കോഴ്സ് നടത്തപ്പെടുന്നത്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് CMA പോലെയുള്ള കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് എന്നുള്ള കോഴ്സും BCom വിദ്യാർത്ഥികൾക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളത്. മറ്റൊരു കോഴ്സാണ് ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. ഫിനാൻഷ്യൽ ഫ്രോഡ് അതുപോലെ തന്നെ ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കണ്ടെത്തുന്നതിനും തെളിവുകൾ കണ്ടെത്തി ലീഗലായിട്ട് പ്രൂവ് ചെയ്യുന്നതിനുള്ള കഴിവും നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരേ സമയം അക്കൗണ്ടിങ് നോളജും അതുപോലെ തന്നെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള കഴിവും എവിഡൻസ് കണ്ടെത്തി നിയമപരമായിട്ട് അത് സ്ഥാപിക്കാനും കഴിയുന്ന കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോറൻസിക് അക്കൗണ്ടന്റ് ആവാം എന്നുള്ളതാണ്. സ്പെഷ്യലൈസ് ആയിട്ടുള്ള ട്രെയിനിങ് നൽകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് റിസ്ക് മാനേജ്മെന്റ്. ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് മാനേജർ ആവുക എന്നുള്ളത് നല്ലൊരു ജോലി സാധ്യതയാണ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള റിസ്ക് മാനേജേഴ്സിന് ഇന്ന് നല്ല പേയ്മെന്റ് ഉണ്ട്. എല്ലാ കമ്പനികളിലും അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. ആ റിസ്കുകൾ ആന്റിസിപ്പേറ്റ് ചെയ്യുകയും റിസ്ക് റെഡ്യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് റിസ്ക് മാനേജറുടെ പ്രധാന ആക്ടിവിറ്റി. മറ്റൊന്നാണ് വെൽത്ത് അഡ്വൈസിംഗ് ആണ്. ഒരു കൊമേഴ്സ് പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വെൽത്ത് അഡ്വൈസിംഗ് നൽകാം. ഹൈ നെറ്റ്വർത്ത് ആയിട്ടുള്ള ആളുകൾക്കും കമ്പനികൾക്കും അവരുടെ വെൽത്ത് മാനേജ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടോ ഗ്രൂപ്പായിട്ടോ അഡ്വൈസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. വെൽത്ത് അഡ്വൈസ് എന്നുള്ളതും ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന മികച്ച ഒരു ജോലി സാധ്യതയാണ്. മറ്റൊന്ന് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ള കോഴ്സ് USA ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസും പോർട്ട്ഫോളിയോ മാനേജ്മെന്റുമാണ് അവിടുത്തെ പ്രധാന ശാഖ എന്ന് പറയുന്നത്. ഓൺലൈൻ ഫോർമാറ്റിലാണ് ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്നുള്ള കോഴ്സ് ചെയ്യാൻ കഴിയുന്നത്. 3 ലെവലുകൾ അതിനായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഗ്ലോബൽ ലെവലിലുള്ള കമ്പനീസിലായിരിക്കും ഇത്തരത്തിലുള്ള
കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കുക എന്നുള്ളതാണ്. കൃത്യമായി പോർട്ട്ഫോളിയോ കണ്ടെത്തുകയും പോർട്ട്ഫോളിയോകളെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനാലിസിസ് നടത്താനുള്ള കഴിവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെക്യൂരിറ്റി അനാലിസിസും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റും നന്നായിട്ട് അറിയാവുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ചൊരു ജോലി സാധ്യത പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് CFA എന്ന് പറയുന്നത്. മറ്റൊരു കോഴ്സാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട്. BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് കൊമേഴ്സും കമ്പ്യൂട്ടറും ഒന്നിച്ച് പോകുന്ന ഒരു കൺസെപ്റ്റാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ അറിയാവുന്ന കൊമേഴ്സ് അറിയാവുന്ന ആളുകൾക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ ME മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് MTech തുടങ്ങിയിട്ടുള്ള കോഴ്സുകൾ എടുക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയും MCA പോലുള്ള കോഴ്സുകൾക്ക് പോകാനും കമ്പ്യൂട്ടറും കൊമേഴ്സും കൂടി അറിയാവുന്ന ഗ്രാജുവേറ്റ്സിന് കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന ഒരു അവസ്ഥാവിശേഷമാണ് എന്നുള്ളത്. അതുകൊണ്ട് കമ്പ്യൂട്ടർ അറിയാവുന്ന കൊമേഴ്സുകാർക്ക് ഇന്ന് ജോലി സാധ്യത വളരെ കൂടുതലായിരിക്കും. മറ്റൊരു ഓപ്പർച്യൂണിറ്റിയാണ് ലോ, LLB. ഇത്തരത്തിൽ BCom LLBയും അതുപോലെ തന്നെ BCom സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം LLB എടുക്കുന്ന സാധ്യതയുമുണ്ട്. രണ്ട് തരത്തിലും ഈ കോഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് LLB ഉണ്ട്, അതുപോലെ തന്നെ BCom കഴിഞ്ഞതിന് ശേഷം LLB എടുക്കാവുന്നതാണ്. അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് നിയമങ്ങൾ അറിയാവുന്നവർ, അതുപോലെ തന്നെ ടാക്സേഷൻ നിയമങ്ങൾ അറിയാവുന്നവർ, മെർക്കൻറ്റൈൽ ലോ അറിയാവുന്നവർ, ഇന്റർനാഷണൽ കമ്പനി ലോ, ടാക്സേഷൻ, മെർക്കൻറ്റൈൽ ലോ, ഇന്റർനാഷണൽ ട്രേഡ് തുടങ്ങിയവയെല്ലാം ഒരു BCom കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അതും നിയമവും കൂടി സംയോജിപ്പിച്ച് നല്ലൊരു പ്രൊഫഷൻ ഡിസൈൻ ചെയ്യാൻ ഒരു BCom വിദ്യാർത്ഥിക്ക് കഴിയും എന്നുള്ളതാണ്. അടുത്ത കോഴ്സാണ് കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം 3 സ്റ്റേജുകളിലൂടെ കടന്നു പോയിട്ടാണ് ഒരാൾ കമ്പനി സെക്രട്ടറി ആവുന്നത്. 10+2 കൊമേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കമ്പനി സെക്രട്ടറി കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. 3 സ്റ്റേജുകളാണുള്ളത്: ഫൗണ്ടേഷൻ, എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊഫഷണൽ എന്നുള്ളതാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ 2 സ്റ്റേജസ് മതിയാകും എന്നുള്ളതാണ്. ഇതിൻ്റെ തന്നെ ഫുൾ ടൈം കോഴ്സ് നവി മുംബൈയിൽ ICSI നടത്തപ്പെടുന്നുണ്ട്. അവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ലഭ്യമുള്ളൂ എന്നുള്ളതാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് കഴിയുന്നതോടുകൂടി കമ്പനികളിലെ സെക്രട്ടറി ആവാനും കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കാനും കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന് ബാങ്കിങ് മേഖലയാണ്. ബാങ്കിങ് മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. നിലവിൽ ബാങ്കിങ് മേഖലയിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ക്ലറിക്കൽ പോസ്റ്റ്, പ്രൊബേഷണറി ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകളായാലും പ്രാക്ടിക്കലായിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വിദ്യാർത്ഥികൾക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടത്തപ്പെടുന്ന റിട്ടൺ എക്സാമിനേഷനുകളാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സ്. ഒരേ സമയം ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പബ്ലിക് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളിലും ഒരുപാട് അവസരങ്ങൾ ഇത്തരത്തിൽ കൊമേഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഏരിയ ഇൻഷുറൻസ് ആണ്. ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിലും പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിങ്ങിലും അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടും ഫിനാൻസുമായി ബന്ധപ്പെട്ടും ഏജന്റായി ബന്ധപ്പെട്ടും ആക്ച്വറി സയൻസുമായി ബന്ധപ്പെട്ടും ഒരുപാട് തൊഴിലവസരങ്ങൾ BCom ബിരുദധാരികൾക്കുണ്ട് എന്നുള്ളതാണ്. പബ്ലിക് സെക്ടറായിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളായിട്ടുള്ള ബജാജ് അലയൻസ്, HDFC ERGO, ICICI ലംബാർഡ് തുടങ്ങിയുള്ള കമ്പനികളിലെല്ലാം ഇൻഷുറൻസ് സെക്ടറിൽ ഒരുപാട് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളാണ്. മറ്റൊരു മേഖല സ്റ്റോക്ക് ബ്രോക്കിംഗ് ആണ്. സെബിയുടെ രജിസ്ട്രേഷന്റെ കീഴിൽ നിന്നുകൊണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്ലയൻസിന് അഡ്വൈസ് നൽകുക, അവർക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് ലാഭം ലഭിക്കുന്ന പോർട്ട്ഫോളിയോകളിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിനും ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നതിനും സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നതിനും അവരെ കൃത്യവഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് ബ്രോക്കിങ്ങിൻ്റെ പ്രത്യേകത.
ഒരു കൊമേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റോക്ക് ബ്രോക്കിംഗ് ആക്ടിവിറ്റി ആരംഭിക്കാവുന്നതാണ്. മറ്റൊന്ന് ഓഡിറ്റിംഗ് ആണ്. സാധാരണയായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ് ഓഡിറ്റിംഗ് നടത്താറുള്ളതെങ്കിൽ കൂടി ബികോം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഓഡിറ്റിംഗ് അസിസ്റ്റൻസ് ആയിട്ട് ജോലി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സാധാരണയായിട്ടുള്ള സീനിയർ ഓഡിറ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിലൂടെയും അതിലൂടെ ഓഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പഠിച്ചെടുക്കുന്നതിനും അത് ബാങ്കിങ് കമ്പനീസിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഇന്ന് ഓഡിറ്റിംഗ് നിർബന്ധമാണ്. അപ്പോൾ അത്തരത്തിൽ ഓഡിറ്റിംഗ് മേഖലയിലും ഒരുപാട് തൊഴിൽ സാധ്യതകൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് ടീച്ചിങ് റിസർച്ച് മേഖലയിലുള്ള ജോലി സാധ്യതകളാണ്. ടീച്ചിങ് മേഖലയിൽ ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് എംകോമും ബി.എഡും സെറ്റും ഉണ്ട് എങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവാം. സെറ്റിന് പകരമായിട്ട് എംഫിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് കോളേജുകളിലാണ്. ആർട്സ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എംകോമും നെറ്റുമാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. എംഫിൽ PhD തുടങ്ങിയവ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും. റിസർച്ചിന് വേണ്ടി PhDക്ക് ജോയിൻ ചെയ്യപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് UGC നെറ്റും JRFും ഉണ്ട് എങ്കിൽ PhDക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ICSR പോലെയുള്ള ഫെലോഷിപ്പുകളും ലഭ്യമാകുന്നതാണ്. മറ്റൊന്ന് കൺസൾട്ടിംഗ് സർവീസസ് ആണ്. GST പ്രാക്ടീഷണറായിട്ടും ഇൻകം ടാക്സ് പ്രാക്ടീഷണറായിട്ടും അതുപോലെ തന്നെ മറ്റു കൊമേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്രേഡിങ്ങും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിന് കൺസൾട്ടിംഗ് സർവീസസ് സ്ഥാപിക്കുന്നതും അവരെ അഡ്വൈസ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് വളരെയധികം കഴിവുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമാക്കാവുന്ന ഏരിയയാണ് കൺസൾട്ടിംഗ് സർവീസസ്. ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കോർപ്പറേറ്റ് സെക്ടേഴ്സിലും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേറ്റ് കമ്പനീസ് ആയിട്ടുള്ള NBFC, മുത്തൂറ്റ്, മണപ്പുറം തുടങ്ങിയിട്ടുള്ള NBFCകളിലും ധാരാളം തൊഴിൽ സാധ്യതകൾ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇ കോമേഴ്സ് കമ്പനീസിനെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിലും മ്യൂച്വൽ ഫണ്ട് കമ്പനീസിലും ട്രസ്റ്റുകളിലും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനും ഫാമിലി ബിസിനസ്സുകളിലും എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള കൊമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം നിങ്ങൾക്കുള്ള തൊഴിൽ സാധ്യത വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ബികോം കഴിഞ്ഞ അല്ലെങ്കിൽ കൊമേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രധാന ആട്രിബ്യൂട്ട്, പ്രധാന കഴിവ് എന്ന് പറയുന്നത് നമ്പറുകൾ വിശകലനം ചെയ്യാനുള്ള കഴിവാണ്. എന്നാൽ അത് മാത്രം പോരാ, മറിച്ച് ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ കഴിയുന്ന, ഇന്നൊവേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ കഴിയുന്ന കഴിവാണ്. കൃത്യമായ നെറ്റ്വർക്ക് വർക്ക് ചെയ്യാൻ, ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച ഒരു കരിയറിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. വളരെ റേഷണലായിട്ട് കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നതിനും എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്ന് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. അത്തരത്തിൽ നല്ലൊരു കരിയർ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ബി പ്രൗഡ് ടു ബി ആൻ എവർഗ്രീൻ കൊമേഴ്സ് ഗ്രാജുവേറ്റ്. ഓക്കെ, താങ്ക് യു.